Hi students, welcome to L&N. Today we are going to do the exercise questions of page 240, chapter 10, polynomials. First question, in each pair of polynomials given below, find the number to be subtracted from the first to get a polynomial for which the second is a factor. Find also the second factor of the polynomial got on subtracting the number. ചോദ്യം മനസ്സിലായോ? അതായത് x² - 3x + 5 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും തന്നിട്ടുണ്ട്. പിന്നെ x - 4 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? ഇത് x - 4 തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഫാക്ടർ ആകണമെങ്കിൽ ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, എന്ത് സബ്ട്രാക്ട് ചെയ്താലാണ് ഇത് ഫാക്ടർ ആകുക? ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രണ്ട് ഫാക്ടർ കാണും. ഫസ്റ്റ് ഡിഗ്രി രണ്ട് ഫാക്ടർ കാണും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ആ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണം? റിമൈൻഡർ 0 കിട്ടണം. അതുകൂടാതെ ഫൈൻഡ് ഓൾസോ ദ സെക്കൻഡ് ഫാക്ടർ. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഫാക്ടർ തന്നിരിക്കുന്നത്, അത് ഫാക്ടർ ആകണമെങ്കിൽ ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. പിന്നീട് അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോളിനോമിയൽ കിട്ടും. ആ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ x - 4 ആണെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം. നമുക്ക് ചെയ്യാം. x² - 3x + 5 x - 4 ആണ് തന്നിരിക്കുന്നത്. അപ്പം x - 4 ഫാക്ടർ ആകണമെങ്കിൽ P(4) എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആദ്യം P(x) എഴുതാം. P(x) = x² - 3x + 5. x - 4 ഫാക്ടർ ആകണമെങ്കിൽ P(4) എന്തായിരിക്കണം? 0 ആയിരിക്കണം. നമുക്ക് 4 കൊടുക്കാം. എക്സിന് പകരം 4² - 3 × 4 + 5 = 4² is 16. 16 - 12 + 5 എത്ര വരും? 16 × 5 21 12 പോയ 9 വരും. അപ്പോൾ 9 ഇത് അധികമാണ്. ഇതിപ്പോൾ ഫാക്ടർ അല്ല. ഫാക്ടർ ആവണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടണം? 0 വേണം. 0 വേണം എന്ത് ചെയ്യണം? -9. 9 - 9 = 0. So number to be subtracted is 9. Number to be subtracted equals 9. Or you can say adding -9. Adding -9. Subtracted 9 or adding -9. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പം എന്താ കിട്ടിയ? x² - 3x + 5 - 9 equals x² not plus -3x - 4 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പം x - 4ൻ്റെ ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. x² - 3x - 4 എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ x² നമ്മൾ ഇന്നലെ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ x² - 3x - 4. അപ്പോൾ ഇതിന് ഒരു ഫാക്ടർ x - 4 ആണ് അല്ലേ? അപ്പോൾ അടുത്ത ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജനറൽ ഫോം ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആഡ് ചെയ്യുമ്പം -3 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 കിട്ടണം. അപ്പം 4ൻ്റെ ഫാക്ടേഴ്സ് 1 and 4. പിന്നെ 2 × 2 വരും 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം വലുതിന് നെഗറ്റീവ് സൈനും ചെറുതിന് പ്ലസും കൊടുത്താൽ പോരെ. -4 + 1 is -3. -4 × +1 is -4. സോ x - 4 ഒരു ഫാക്ടർ ആയി കഴിയുമ്പോൾ അടുത്ത എന്തായിരിക്കും? x + 1 ആയിരിക്കും. ഇത് നമുക്ക് ഗസ് ചെയ്തൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. കൂടുതലായിട്ട് നീട്ടി വലിച്ച് സ്റ്റെപ്സ് ഒന്നും എഴുതി കൊണ്ടുപോകേണ്ട കാര്യമില്ല. therefore x + 1 is the second factor. മനസ്സിലായല്ലോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇനി ഇതുപോലെ 3 ചോദ്യങ്ങളോട് ഉണ്ട്. നമുക്ക് ഓരോന്ന് വീതം ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം x² - 3x + 5
ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഫാക്ടറിനാണ് മാറ്റം. ഇവിടെ x+4 ആണ്. ആദ്യത്തേൽ x-4 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എല്ലാം ഒരേ സ്റ്റെപ്പാണ്, ഒരേ മെത്തേഡാണ്, ഒരു മാറ്റവും ഇല്ല. മനസ്സിലായോ? അപ്പൊ x+4 ആകുമ്പോൾ എക്സിന് എന്താ കൊടുക്കണം? -4 കൊടുക്കണം. ഇവിടെ പ്ലസ് വന്നാൽ മൈനസ് വന്നാൽ പ്ലസ്. P of -4 is equal to -4 square minus 3 into -4 plus 5. എത്ര വരും? -4 square is 16 minus plus 12 plus 5 എത്ര വരും? 28 5 33 വരും. നോക്കിക്കേ. അപ്പം x+4 ഫാക്ടർ ആകണമെങ്കിൽ ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യണം? ഇത് 0 ആവണ്ടേ? 0 ആവണമെങ്കിൽ -33. Number to be subtracted equals 33 or added -33. ഇനി ഇത് 33 ഇതിൻ്റെ അകത്തുനിന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ പോളിനോമിയലിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. x² - 3x + 5 - 33. അപ്പം പോളിനോമിയൽ എന്തായിട്ട് മാറും? x² - 3x 5 - 33 is -28 ആവും. ഇനി നമുക്ക് ഫാക്ടർ കണ്ടുപിടിക്കണം. ഒരു ഫാക്ടർ നമുക്കറിയാം. ഇപ്പോൾ x+4 ഫാക്ടർ ആയി. ഇനി നമുക്ക് അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കണം. ഈക്വൽസ് x+4 അടുത്ത ഫാക്ടർ എന്താണ്? ഇവിടെ നോക്കിക്കേ. ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -28 കിട്ടണം. അപ്പം 28ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 × 28, 2 × 14 28, പിന്നെ 3 പോയില്ല, 4 7s 20. ഇതായിരിക്കും നമുക്ക് വേണ്ടത്. നോക്കിക്കേ, ഡിഫറൻസ് 3 ആണ്. അപ്പം വലുതിന് മൈനസ് സൈൻ കൊടുക്കുക, ചെറുതിന് പ്ലസ്. നോക്കിക്കേ, -7 + 4 is -3. -7 × 4 is എന്താണ്? -28. അപ്പം 4 നമുക്കുണ്ട്. x+4 ഒരു ഫാക്ടർ ഉണ്ട്. അടുത്ത ഫാക്ടർ എന്താണ്? x - 7. Therefore second factor equals x - 7. മനസ്സിലായോ? ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ജനറൽ ഫോം x² - a + b × x + ab എന്നൊക്കെ എടുത്ത് ഇക്വേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് ഗസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ആൻസറിൽ എത്താൻ പറ്റും. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മനസ്സിലായല്ലോ? ശരി. നോക്കിയേ, മൂന്നാമത്തെ ചോദ്യം. x² + 5x - 7 അടുത്ത പോളിനോമിയൽ x - 1 ആണ് തന്നിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. P of x equals x² + 5x - 7. എക്സിന് എന്തോ കൊടുക്കണം? 1 കൊടുക്കണം. -1 ആയതുകൊണ്ട് 1 കൊടുക്കാം. P of 1 equals 1² + 5 × 1 - 7 equals 1² 1. 1 + 5 is 6 - 7 equals -1. -1 ഇത് 0 ആണ്. എന്ത് ചെയ്യണം? +1 ആഡ് ചെയ്യണം അല്ലേ? നമ്പർ അപ്പം നമ്പർ ടു ബി നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? +1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എങ്ങനെ പറയാം? പറഞ്ഞ എന്താണ് നമ്പർ ടു ബി? ഇത് ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. അപ്പം നമുക്ക് ആഡഡ് വെച്ചും പറയാം, സബ്ട്രാക്റ്റഡ് വെച്ചും പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു തന്നില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? അപ്പം സബ്ട്രാക്റ്റ് P of 1 is equal to 0 വേണം അല്ലേ? അപ്പം നമുക്ക് എന്താ കിട്ടിയത്? -1 കിട്ടി അല്ലേ? P of 1 is equal to we have to subtract -1. -1 ഇതിൽ നിന്ന് -1. നോക്കിക്കേ, സബ്ട്രാക്ടിങ് സബ്ട്രാക്ട് ചെയ്ത് സബ്ട്രാക്ട് -1. അപ്പം എന്താ വരും? -1 + 1 = 0 എന്ന് വരും അല്ലേ? അപ്പം നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഈക്വൽസ് -1. Number to be subtracted
ഈക്വൽസ് എന്താണ് നമ്മൾ ഏത് നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? -1. അപ്പം നമ്മുടെ പോളിനോമിയൽ എങ്ങനെ ആവും നോക്കിക്കേ. x² + 5x - 7 പ്ലസ് -1. സബ്ട്രാക്ടിങ് -1 -1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? -1 അങ്ങനെ എഴുതാം. x² + 5x - 7 + 1 എന്തായിട്ട് വരും? x² + 5x - 6 എന്ന് വരും അല്ലേ? x² + 5x - 6. അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതുകയാണ്. x² + 5x - 6 ഒരു ഫാക്ടർ x - 1 അല്ലേ? അടുത്ത ഫാക്ടർ നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6, ആഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 6ഉം എടുക്കുക അല്ലേ? ഇതിൽ നോക്കിക്കേ -1 ആണ്. നോക്കിയാൽ -1 × 6 is -6. -1 + 6 ആഡ് ചെയ്യുമ്പോൾ എത്ര ഇടും? +5. അപ്പോൾ അടുത്ത ഫാക്ടർ എന്താണ്? x + 6. മനസ്സിലായല്ലോ? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ്. ഇതേപോലെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അത് കൂടെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നാലാമത്തെ ചോദ്യം. x² - 4x - 3 other factor is x - 1. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്യാം. ഓക്കെ, p of x equals x² - 4x - 3. x - 1 ആണെന്നിരിക്കും, അപ്പോൾ p of 1 കൊടുക്കണം. p of 1 equals 1² - 4 × 1 - 3. 1² 1 - 4 - 3 എത്ര വരും? 1 - 7. അപ്പോൾ -6 വരും. അപ്പോൾ നമ്പർ ടു ബി ആഡഡ്, ഏത് നമ്പർ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്? -6 + 6 എന്ന് വരുമ്പോൾ 0 ആയി. -6 + 6 = 0. So number to be added or number to be subtracted. Number to be subtracted. നേരത്തെ ഇതുപോലെ മൈനസ് ഓഫ് മൈനസ് വരും, ഈക്വൽസ് -6. അപ്പോൾ ഇത് പോളിനോമിയൽ എങ്ങനെയാണ്? x² - 4x - 3 -6 ഈക്വൽസ് x² - 4x പ്ലസ് ഇവിടെ -3 + 6 എന്ന് വരും അല്ലേ? അപ്പം എന്തായിട്ട് വരും? x² + 4x + 3 എന്ന് വരും അല്ലേ? നോക്കിക്കേ, x² മൈനസ് ആണ് ഇവിടെ, പ്ലസ് അല്ല, -4x. x² - 4x + 3 എന്ന് വരും. x² - 4x + 3 ഈക്വൽസ് ഒരു ഫാക്ടർ ഉണ്ട്, ഏതാണ്? x - 1. അടുത്ത ഫാക്ടർ എന്താണെന്ന് നമുക്ക് ഗസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇടണം, ആഡ് ചെയ്യുമ്പോൾ -4 വേണം അല്ലേ? അപ്പം x - 3. ഓക്കെ, -1 × -3 is +3. -1 plus -3 is -4. Therefore, second factor equals x - 3. ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുത്ത് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ്, ഒന്നാമത്തെ ചോദ്യത്തിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇൻ ദ പോളിനോമിയൽ x² + kx + 6 what number must be taken to get a polynomial for x - 1 is a factor. x - 1 ഫാക്ടർ ആകണമെങ്കിൽ ഈ പോളിനോമിയലിൽ ഏത് നമ്പർ ഇവിടെ നമുക്ക് കേക്ക് കിട്ടണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ x - 1 ഫാക്ടർ ആകണമെങ്കിൽ, എന്നിട്ട് കൂടാതെ നേരത്തെ കണ്ടുപിടിച്ച പോലെ അതർ ഫാക്ടർ ഒരു ഫാക്ടർ കിട്ടും, x - 1. അടുത്ത ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ ഇതുപോലെ തന്നെ ചെയ്യാം. p of x is equal to x². ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. k വരുന്നേക്ക് എക്സിന് എന്ത് കൊടുക്കുക? x - 1 ഫാക്ടർ ആയതുകൊണ്ട്
പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0. 1 കൊടുക്കാം. 1 സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് 6. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടാം? 1 പ്ലസ് കെ പ്ലസ് 6 is equal to 0. K plus 7 is equal to 0. K is equal to minus 7 എന്ന് കിട്ടും. അപ്പോൾ ഈ മൈനസ് സൈൻ ഇവിടെ കൊടുത്താൽ നമ്മുടെ പോളിനോമിയൽ എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6. അതിലൊരു ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് 1. മറ്റേ ഫാക്ടർ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ വേണം അല്ലേ? അപ്പോൾ ഒരെണ്ണം 1 ആണെന്ന് തന്നല്ലോ. 1 ഇൻറ്റു 6 ഈസ് 6. അപ്പം എക്സ് 6 എഴുതാം. പക്ഷെ ഇവിടെ പ്ലസ് 6 ആ, അപ്പോൾ ഇതിന് മൈനസ് കൊടുക്കണം. മൈനസ് മൈനസ് പ്ലസ്. -1 പ്ലസ് -6 -7. അപ്പം other factor equals x minus 6. a plus b ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ലോങ് മെത്തേഡാണ്. ഇതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാം. പ്രത്യേകിച്ചും മാർക്കൊന്നും അതിന് കിട്ടത്തില്ല. ലോങ് മെത്തേഡ് ചെയ്തെന്ന് പറഞ്ഞ് കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് എക്സസൈസ് തീരാൻ. മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ പോളിനോമിയൽ kx² plus 2x minus 5, what number must be taken to get a polynomial for which x minus 1 is a factor? കേക്ക് ഏത് വില കിട്ടിയാലാണ് കൊടുത്താലാണ് x minus 1 ഒരു ഫാക്ടർ ആവുക? നേരത്തെ ചെയ്തപോലെ തന്നെ p of x equals kx² plus 2x minus 5. x minus 1 ഫാക്ടർ ആണെങ്കിൽ p of 1 is equal to 0. അപ്പോൾ ഇത് 1 കൊടുക്കുക. therefore k into 1 square plus 2 into 1 minus 5 equal to 0. k into 1 is k plus 2 minus 5 is equal to 0. K 2 minus 5 is 3. K minus 3 is equal to 0. Therefore k is equal to 3. For which value? For k is equal to 3, this polynomial x minus 1 becomes a factor. Okay, ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ലെസൺ തന്നെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അത് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന ചോദ്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ അടുത്തൊരു എക്സസൈസ് ക്വസ്റ്റ്യനും കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി ലെസൺ തീരുന്നതായിരിക്കും. ടിൽ ദെൻ ഓക്കെ, ബൈ.